അനി ഓഫീസിലെത്തിയതും കാണുന്നത് ക്യാമ്പിൽ നിന്ന് ഇറങ്ങി വേഗത്തിൽ പുറത്തേക്ക് പോകുന്ന വൈഫവിനെയാണ്. പിച്ചു, എന്താടാ എവിടെ പോവാ നീ? ഇപ്പോൾ ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്, മറന്നോ? വൈഫവിനെ തടഞ്ഞു നിർത്തി അനി ചോദിച്ചു. ഏട്ടാ എനിക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഞാൻ നവസ് വരെ ഒന്ന് പോവുക. എന്താടാ, എന്താ കാര്യം? വൈഫിൻ്റെ മുഖത്ത് ടെൻഷൻ കണ്ട അനി വീണ്ടും തിരക്കി. അത് സേതുവച്ചനൊരു ആക്സിഡൻറ്റ്. വാട്ട്? വൈഫ് പറഞ്ഞത് കേട്ട അനി ഒന്ന് ഞെട്ടി. എന്താ പറ്റിയേ? രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോൾ വണ്ടി ഒന്ന് തട്ടിയെന്നാ പറഞ്ഞേ. കൂടുതലൊന്നും അറിയില്ല, പോയി നോക്കണം. എന്നാൽ ഞാനും കൂടെ വരാം നിന്റെ കൂടെ. മീറ്റിംഗ് ഇത് കയറട്ടെ. വേണ്ട ഏട്ടാ, ഏട്ടാ വരണ്ട. സേതുവച്ചനെ എനിക്കൊന്ന് ഒറ്റയ്ക്ക് കാണണം. അനി ചോദിച്ചത് കേട്ട് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് കണ്ണുകൾ കൂർപ്പിച്ച് വൈഫവ് മറുപടി പറഞ്ഞു. അവൻ്റെ മുറുകുന്ന പൂച്ചക്കണ്ണുകൾ കണ്ടതും അനി പിന്നൊന്നും പറഞ്ഞില്ല. പതിയെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്ന അപ്പു ഹാളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചുറ്റും നോക്കി. എന്നിട്ട് പതിയെ ഹാളിലുള്ള ലാൻഡ് ഫോൺ ഡയൽ ചെയ്തു. ആദ്യ റിങ് കഴിഞ്ഞു രണ്ടാമത്തെ റിങ്ങിൽ സിദ്ധു ഫോൺ എടുത്തു. ഹലോ. ഓഹോ, അപ്പോൾ എൻ്റെ നമ്പർ കണ്ടാലേ സിദ്ധുവിന് കാൾ എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പു രൂക്ഷമായി ചോദിച്ചത്. കളിയാക്കാതെ കാര്യം പറ അപ്പു, എനിക്ക് നല്ല തിരക്കുള്ള ദിവസമാണ്. സിദ്ധു ഈർഷ്യയോടെ പറഞ്ഞതും അപ്പുവിന് ദേഷ്യം കൂടി. ഞാൻ കിടന്ന് വിളിക്കുന്നതൊന്നും കാണുന്നില്ലേ സിദ്ധാ നീ? എന്നെ ഒന്ന് തിരിച്ചു വിളിക്കാതിരിക്കാനും മാത്രം തിരക്കായോ സിദ്ധുവിന്? ഞാൻ നിന്റെ കോൾ എടുത്തില്ലെങ്കിൽ അഥവാ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ അതിന് കാരണമുണ്ടെന്ന് കൂട്ടിക്കോ. പിന്നെ അത് ചോദിക്കാനാണോ ഇപ്പോൾ വിളിച്ച്? അല്ല. ഭാമയെ എന്തിനാ സിദ്ധുവിൻ്റെ ഓഫീസിൽ വെച്ച് ആ പെണ്ണ് അവിടെ കയറിയെന്ന് സിദ്ധു എന്താ എന്നോട് പറയാതിരുന്നേ? മുഖം വീർപ്പിച്ച് ചോദിക്കുമ്പോൾ ദേഷ്യത്തിനൊപ്പം സങ്കടവും നിറഞ്ഞു നിന്നിരുന്നു അപ്പുവിനുള്ളിൽ. അപ്പു, നിന്നോട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഓഫീസ് കാര്യങ്ങൾ നീ ഇടപെടേണ്ടെന്ന്. ഞാൻ ഭാമയെ എൻ്റെ കൂടെ നിർത്തിയാൽ അത് ചോദിക്കാൻ നീ ആരാ? ആരുമല്ല. സോ വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കാതെ പോ അപ്പു. ദേഷ്യത്തോടെ സിദ്ധു പറഞ്ഞതും അവനോട് തിരിച്ചു പറയാൻ അപ്പു തുടങ്ങവേ സിദ്ധുവേട്ടാ, ലഞ്ച് കഴിക്കാൻ പോകണ്ടേ? ഭാമയുടെ ശബ്ദം അവൾ ഫോണിൽ കൂടി കേട്ടു. ദാ വരുന്നു ഭാമേ എന്ന് പറഞ്ഞ് സിദ്ധു ഫോൺ വെച്ചു. അപ്പുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. 2 ദിവസമായിട്ടുള്ള സിദ്ധുവിൻ്റെ അവോയ്ഡിങ് ഇപ്പോൾ ഭാമയുടെ വരവും അവൾക്ക് വല്ലാത്തൊരു വേദന സൃഷ്ടിച്ചു. അപ്പോ തോളിൽ തട്ടി ചിത്തു ചോദിച്ചതും അപ്പു ഞെട്ടി തിരിഞ്ഞു നോക്കി. ഓ, ഏട്ടത്തിയമ്മയായിരുന്നോ? എന്താ മോളെ പറ്റിയേ? കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. ചിത്തു അവളുടെ മുഖം കൊണ്ട് ചോദിച്ചതും ഏയ് ഒന്നുമില്ല ഏട്ടത്തിയമ്മേ, കണ്ണിലെഴുതിയ കാജൽ പടർന്നപ്പോൾ നേരിയതാ. അപ്പു കണ്ണുകൾ തൂത്തുകൊണ്ട് വായിൽ വന്നൊരു കള്ളം പറഞ്ഞു. എങ്കിലും അവൾ ഒളിപ്പിച്ച കണ്ണുനീർ തുള്ളികളെ ചിത്തുവിന് മനസ്സിലായിരുന്നു. ഇങ്ങനെ ഓടിപ്പിടിച്ചു വരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു വൈഫവ്. ചെറിയൊരു മുറിവ്. രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോൾ വളവ് തിരിഞ്ഞു പാഞ്ഞ് ഒരു കാർ വന്നു. പെട്ടെന്ന് എനിക്കങ്ങ് മാറിക്കൊടുക്കാനും പറ്റിയില്ല. അതാ ചെറുതായി ഒന്ന് തട്ടി വീണു. കൈ ഒന്ന് പോറി, അത്രയേ ഉള്ളൂ. തിരിച്ചുകൊണ്ട് കയ്യിലെ ബാൻഡേജ് പൊക്കി കാണിച്ചു സേതു. വൈഫവുമായി നവസിന് മുറ്റത്തിരിക്കുകയാണ് അവർ. അറിഞ്ഞപ്പോൾ പോരാതിരിക്കാൻ തോന്നിയില്ല. പിന്നെ ശിവയെ അറിയിക്കണമെന്ന് കൂടി അനിത ഡോക്ടർ പറഞ്ഞപ്പോൾ ചെറുതായി ഒന്ന് ടെൻസ്ഡായി. മോൾ അറിഞ്ഞാൽ അത് ശരിയാവില്ല വൈഫവ്. എനിക്കൊരു മുള്ളു കൊള്ളുന്നത് അവൾക്ക് സഹിക്കില്ല. എൻ്റെ കുഞ്ഞിൻ്റെ മുഖം വാടുന്നത് എനിക്ക്. സേതു അത് പറഞ്ഞതും വൈഫവിൻ്റെ പൂച്ചക്കണ്ണുകൾ അയാൾ സൂക്ഷ്മമായി ഒന്ന് നോക്കി. ശിവയുടെ മുഖം വാങ്ങുന്നത് അച്ഛന് സഹിക്കില്ലെങ്കിൽ അവളുടെ മുഖത്തെ സന്തോഷം കളയുന്ന കാരണത്തെ ഇല്ലാണ്ടാക്കും ഈ വൈഫവ്. അതിപ്പോൾ എന്തായാലും ആരായാലും ഐ ഡോണ്ട് കെയർ. അയാളുടെ കണ്ണിൽ തന്നെ നോക്കി ഒരുതരം വ്യഗ്രതയോടെ അവൻ പറഞ്ഞതും സേതു ഒന്ന് പതറി. വൈഫവ് എന്തോ ഉള്ളിൽ വെച്ച് സംസാരിക്കും പോലെ സേതുവിന് തോന്നി. അയാളിൽ പെട്ടെന്നൊരു മൗനം രൂപപ്പെട്ടു. അത് കണ്ട വൈഫവിൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ശരിക്കും ഞാൻ അച്ഛനെ ഒന്ന് തനിച്ച് കാണാനിരിക്കുമായിരുന്നു. വൈഫവ് അത് പറഞ്ഞു തുടങ്ങിയതും സേതു അവനെ ഒന്ന് നോക്കി. അച്ഛൻ എൻ്റെ അപ്പമ്മയെ നേരത്തെ അറിയാമായിരുന്നു അല്ലേ? വൈഫവ് ചോദിച്ചത് ഞെട്ടലോടെ സേതു അവനെ നോക്കി. എന്താ? സേതു വിക്കി. അല്ല, അച്ഛൻ പഴയ 2000 ആചാര്യ ചന്ദ്ര കോളേജ് ബാച്ച് ആയിരുന്നില്ലേ? അങ്ങ് പുൽക്കട്ടയിൽ. എൻ്റെ അപ്പമ്മയും ആ കോളേജിലാ പഠിച്ചേ. ആണോ? എനിക്കറിയില്ലായിരുന്നു. ഞാനും ആ സമയത്ത് അവിടെ പഠിച്ചത് ശരിയാ. പക്ഷേ ഈ പറയുന്ന പോലെ മോൻ്റെ അപ്പച്ചിയെ എനിക്കറിയില്ല. സേതു ഒരു പതർച്ചയോടെ വൈഫിൽ നിന്ന് മുഖം മാറ്റി പറഞ്ഞു. റിയലി? അപ്പോൾ എനിക്ക് തെറ്റിയതാവും. യെസ് മാധവൻ വേറെ ആരെങ്കിലും ആവും. അവൻ ആ പേര് പറഞ്ഞതും സേതു വീണ്ടും വൈഫവിനെ ഞെട്ടി നോക്കി. അവൻ ആ നോട്ടം കറക്റ്റായി കണ്ടു. കഴിഞ്ഞ ദിവസം അപ്പമ്മയുടെ പഴയൊരു ഫോട്ടോ കിട്ടി. അതിൽ അപ്പമ്മയ്ക്കൊപ്പം നിൽക്കുന്ന ഒരാളുടെ പടമുണ്ട്. ആളുടെ ഫേസ് ക്ലിയർ അല്ല. പക്ഷേ ആ പിക്ചറിനടിയിൽ പേര് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. വാമിക വർമ്മ ആൻഡ് എസ് മാധവൻ എന്ന്. അച്ഛനും ആ കോളേജിൽ പഠിച്ചതല്ലേ? സോ ഐ തോട്ട് യു ആർ ദാറ്റ് എസ് മാധവൻ. ഓ അങ്ങനെ. അത് ഞാനല്ല. വെപ്രാളത്തോടെ പറയുന്നതിനോടൊപ്പം ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് താഴത്തെ ആഴക്കടലിലേക്ക് കണ്ണുകൾ പായിച്ചു സേതു. വൈഫും കൂടെ എഴുന്നേറ്റ് നിന്നു. അത് അച്ഛനല്ലെങ്കിൽ ആ ആൾ ആരാണെന്ന് എനിക്കറിയണം. കുഞ്ഞുനാളിൽ എനിക്കറിയാമായിരുന്ന ഒരപ്പമ്മയുണ്ട്. ഒരുപാട് ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് സന്തോഷത്തോടെ കഴിഞ്ഞ ഒരു വാമിക വർമ്മ. ആ വാമികയെ മാണിക്യമംഗലത്തുകാർക്ക് നഷ്ടമായത് ആ കോളേജ് പഠനകാലത്താണ്. തറവാട്ടിലുള്ളവർ മനഃപൂർവ്വം അതൊക്കെ മറന്നു.
പക്ഷേ എനിക്കത് അങ്ങനെ മറക്കാൻ പറ്റില്ല. അമ്മയാണ് അതെൻ്റെ. ആ അമ്മയ്ക്ക് നടന്നത് എനിക്കറിയണം. വല്ലാത്തൊരു ദൃഢതയോടെ ഗൗരവത്തിൽ വൈഭവ് പറഞ്ഞു. അതെല്ലാം കേട്ട് നിന്നതല്ലാതെ സേതു മറുപടി പറഞ്ഞില്ല. അപ്പമ്മയുടെ ഭൂതകാലം അറിയാൻ സേതു അച്ഛൻ എന്നെ സഹായിക്കണം, കൂടെ നിൽക്കണം. അയാളുടെ തോളിൽ കൈവച്ച് വൈഭവ് ചോദിച്ചതും തല ഒന്നാട്ടി ഒന്നമർത്തി മൂളി സേതു. വൈഭവിന്റെ പൂച്ച കണ്ണുകൾ കൂർമ്മതയോടെ തിളങ്ങി. സേതുവിനെ കണ്ടു കഴിഞ്ഞ് വൈഭവ് നേരെ വീട്ടിലേക്കാണ് പോയത്. ശിവയെ കാണണം. പെണ്ണിനോട് രാവിലെ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയത് കൊണ്ട് തന്നെ ഇന്ന് അവൾ തന്നെ വിളിച്ചിട്ടില്ല. അവൻ ഓടിപ്പിടിച്ചു ചെല്ലുമ്പോൾ റൂമിൽ അവൾ ഉണ്ടായിരുന്നു. ബെഡിൽ ചമ്രം പണഞ്ഞ് ഇരിക്കുന്നത് കണ്ട് തന്നോട് ദേഷ്യപ്പെട്ട് ഇരിക്കുമായിരിക്കുമെന്ന് അവൻ ഊഹിച്ചു. കതക് ലോക്ക് ചെയ്തു പയ്യെ പെണ്ണിനരികെ ചെന്നു. അവൾ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ വന്നതും കണ്ടില്ല. പതിയെ ശബ്ദമുണ്ടാക്കാതെ പെണ്ണിന്റെ പിറകിൽ ചെന്ന് നിന്ന് ഒറ്റ കൈ കൊണ്ട് അവളുടെ അരയിൽ പിടിമുറുക്കി പെണ്ണിനെ പൊക്കിയെടുത്ത് പിടിച്ചു അവൻ. ആ അമ്മേ! നിലവിളിച്ചു പോയി അവൾ. വിറച്ചുപോയ പെണ്ണ് ഞെട്ടലോടെ നോക്കിയതും കാണുന്നേ ഉച്ചത്തിൽ കുസൃതിച്ചിരിയോടെ തന്നെ നോക്കുന്നവനെയാണ്. എന്തൊരു ഇരിപ്പാടി ഉണ്ട കണ്ണേ, ആരെങ്കിലും പൊക്കിക്കൊണ്ടു പോയാൽ പോലും അറിയില്ലല്ലോ. ചിരിയോടെ അവൻ ചോദിച്ചതുമാണ് തിങ്ങി നിറഞ്ഞ ശിവയുടെ മിഴികൾ അവൻ കണ്ടേ. ആമി എന്താടി? അവൻ ചോദിച്ചതും പെണ്ണ് ഉണ്ണിയേട്ടാ എന്നും വിളിച്ച് അവന്റെ കഴുത്തിൽ കൂടി കൈയിട്ട് കെട്ടിപ്പിടിച്ചു. ആമി എന്താ? കാര്യം പറ നീ. പെണ്ണിന്റെ കരച്ചിൽ കണ്ടവൻ ഞെട്ടൽ നിറഞ്ഞ ദേഷ്യത്തെ ചോദിച്ചു. അപ്പോഴാണ് അവൾ കയ്യിൽ എന്തോ ചുരുട്ടി പിടിച്ചിരിക്കുന്നത് അവൻ കണ്ടേ. വൈഭവ് പതിയെ ബെഡിലേക്ക് ഇരുന്നു. അപ്പോഴും ശിവ അവന്റെ കൈക്കുള്ളിലായിരുന്നു. ആമി! നേർത്ത ശബ്ദത്തിൽ അവൻ വിളിച്ചതും കലങ്ങിയ കണ്ണുകളുമായി അവൾ അവനെ നോക്കി. പറ. അവൻ പറഞ്ഞതും അവളൊന്ന് നേരെ ഇരുന്ന് കയ്യിൽ ചുരുട്ടി പിടിച്ചത് അവന് നേരെ നീട്ടി. അമ്മ കൊണ്ടു തന്നതാ, വിങ്ങലോടെ പറഞ്ഞുകൊണ്ട് അവൾ കാണിച്ചു. ചെറിയ മുത്തുമണികൾ കൊണ്ടുള്ള ഒരു ജോഡി കുലുസായിരുന്നു. ഇത് അമ്മയുടെ പഴയതാ, എനിക്ക് തന്നു. പറയുക ഇനി ഇതെന്റെയാണെന്ന്. വിങ്ങിപ്പൊട്ടി പെണ്ണ് പറഞ്ഞത് കാണെ അവന്റെ ചുണ്ടിൽ നേർത്ത ഒരു ചിരി വിരിഞ്ഞു. അതിനാണോ കരഞ്ഞേ? അവളുടെ ഇടുപ്പിൽ ചെറുതായി ഒന്ന് പിച്ചി അവൻ. ശിവ മുഖം കുനിച്ചു കളഞ്ഞു. വൈഭവ് വിരലുകൊണ്ട് അവളുടെ താടിത്തുമ്പ് ഉയർത്തി. ഐ ഹേറ്റ് യുവർ സൈലൻസ് ആമി. അറിയാമല്ലോ നിന്റെ ഈ മൗനമാണ് എനിക്ക് അരോചകമെന്ന് കടുപ്പത്തിൽ അവൻ ചോദിച്ചതും ശിവ അവന്റെ മുഖത്തേക്ക് നോക്കി. അമ്മ ഇത് തന്നപ്പോൾ സന്തോഷം തോന്നി. പക്ഷേ ഇത് അമ്മയ്ക്ക് ആരോ കൊടുത്തതാണെന്ന്. അത് ആരാണെന്ന് ഞാൻ ചോദിച്ചതും പെട്ടെന്ന് അമ്മ വല്ലണ്ടായി. എന്തൊക്കെയോ ഓർക്കാൻ ശ്രമിക്കും പോലെ എന്തൊക്കെയോ കൈകൾ കൊണ്ട് കാണിച്ചു. എന്റെ കണ്ണിൽ തന്നെ നോക്കി. എന്റെ മുഖത്ത് തൊട്ട് കരഞ്ഞു. പെട്ടെന്ന് ഉമ്മ തന്നു എനിക്ക്. എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞതും പെട്ടെന്ന് എന്നെ വിട്ടുമാറി ഉണ്ണേട്ടാ. എന്താന്ന് ഞാൻ ചോദിച്ചതും ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. ഇങ്ങോട്ട് എന്റെ അരികെ വന്നത് എന്തിനാണെന്ന് പോലും അറിയാത്ത പോലൊരു പോക്ക്. എന്റെ ചങ്ക് പൊട്ടിപ്പോയി ഏട്ടാ അത് കണ്ട്. എന്താ ആ പാവത്തിന് പറ്റിയേ? ആര് കാരണം ആ പാവം ഇങ്ങനെ ആയ? ആരാ എന്റെ അമ്മയെ ഈ നിലയ്ക്കെത്തിച്ചേ? ചുവന്നു നിറഞ്ഞ കണ്ണുകളുമായി തന്റെ ഷർട്ടിൽ പിടിച്ച് അലറി ചോദിക്കുന്നവളെ കണ്ട് അവനൊന്ന് പതറി. പെറ്റമ്മയുടെ കണ്ണുകൾ കണ്ടാണ് ഇങ്ങനെ ഉള്ളു നീറുന്നത് എന്ന് അവൾ അറിയുന്നില്ലല്ലോ എന്നവന് തോന്നിപ്പോയി. എന്താ ഉണ്ണിയേട്ടാ അമ്മയ്ക്ക് ശരിക്കും സംഭവിച്ചത്? എനിക്കറിയണം. അവൾ വീണ്ടും ചോദിച്ചതും വൈഭവ് ഒരു ദീർഘനിശ്വാസം എടുത്തു. അപ്പമ്മയ്ക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു, ശിവ. കോളേജിൽ പഠിക്കുന്ന കാലത്ത്. അവൻ പറഞ്ഞു തുടങ്ങിയതും ശിവയുടെ കണ്ണുകൾ അവനിൽ തന്നെ നിലയുറപ്പിച്ചു. എന്താ ആ പ്രണയത്തിൽ നടന്നത്? എന്താ ആ കഥ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ തിരികെ കിട്ടാത്ത വിധം ആ പ്രണയം അപ്പമ്മയിൽ നിന്ന് നഷ്ടമായി. അതിന്റെ ആഘാതമേറ്റത് ആ പാവത്തിന്റെ മനസ്സിനെയായിരുന്നു. ഉള്ളിലെ പ്രിയപ്പെട്ടവൻ നഷ്ടമായപ്പോൾ കൂട്ടത്തിൽ ആ പാവത്തിന്റെ മനസ്സും ശബ്ദവും കൂടി പോയി. വൈഭവ് പറഞ്ഞു കഴിഞ്ഞതും ശിവ സങ്കടത്തോടെ അവന്റെ നെഞ്ചിൽ വീണു. പാവം, ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും അല്ലേ? അവൾ ചോദിച്ചതും അവനൊന്ന് മൂളി. ഇവിടെ ആരും തിരക്കിയില്ലേ? ആരും അന്വേഷിച്ചില്ലേ? അതോ മാണിക്യമംഗലത്തുകാർ തന്നെയാണോ? പെട്ടെന്ന് അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവളത് ചോദിക്കുമ്പോൾ മുഖത്തെ വിഷമം മാറി അവിടെ കോപത്തിന്റെ ചൂട് പിടിച്ചിരുന്നു. ഒന്നും അറിയാതെ തന്നെ ഈ തറവാട്ടുകാരെ കോപത്തിന്റെ ശരത്തിൽ തൊടുന്നവൾ എല്ലാം അറിയുമ്പോൾ ഇവിടെ ഉള്ളവരെ എന്ത് ചെയ്യുമെന്ന് അവൻ ഓർത്തു. പണ്ട് അമ്മയും അയാളും തമ്മിൽ വഴക്കുണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പമ്മയെക്കുറിച്ച് പറഞ്ഞ്. അന്നൊന്നും അറിയില്ലായിരുന്നല്ലോ. പിന്നെയാ മനസ്സിലായ അമ്മയായിരുന്നു അപ്പമ്മയ്ക്ക് വേണ്ടി വാദിച്ചിരുന്ന ഒരേ ഒരാളെന്ന്. അപ്പോൾ സൗപർണ്ണയമ്മയ്ക്ക് അറിയാമായിരിക്കും അല്ലേ അപ്പമ്മയ്ക്ക് സംഭവിച്ചതൊക്കെ? അമ്മയ്ക്ക് മാത്രമല്ല, എല്ലാം അറിയാവുന്ന ഒരുപാട് മുഖങ്ങൾ ഈ വീട്ടിലുണ്ട്. ഗൗരവത്തോടെ പറയുമ്പോൾ അവന്റെ മുഖം മുറുകി. അത് മനസ്സിലായെന്നോണം തന്റെ മേലെ വെച്ച അവന്റെ കൈ പതിയെ പിടിച്ചു ശിവ. അല്ല, എന്താ നേരത്തെ വന്നേ? ഹോസ്പിറ്റലിൽ പോയില്ലേ? കുറച്ചുനേരം കഴിഞ്ഞതും ശിവ ചോദിച്ചു. ഇല്ല, നിന്നെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് വരുന്നില്ല ഡോക്ടറെ. എനിക്ക് ചിത്തുവും പിള്ളേരുമായി ചെറിയൊരു പരിപാടിയുണ്ട്. പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നതും പെണ്ണൊന്ന് നിർത്തി. അവൾ അവനെ കണ്ണു മിഴിച്ചു നോക്കി. പെണ്ണിന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായിട്ടും എന്താണ് എന്നവൻ പിരിയം പൊക്കി ചോദിച്ചു. കള്ള ഡോക്ടറെ, രാവിലെ എന്നോട് ദേഷ്യപ്പെട്ടല്ലേ ഇവിടുന്ന് പോയേ? എന്നിട്ട് അതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടിയൊന്ന് നോക്കിയേ? ഞൊടി നേരം കൊണ്ട് കൂർപ്പിച്ച മുഖത്തോടെ അവൾ ചോദിച്ചതും അവനൊന്ന് പൊട്ടിച്ചിരിച്ചു. ആഹാ, കളിയാക്കുന്നോ?
മാറങ്ങോട്ട് കടുവേ. അവന്റെ ചിരി കണ്ട് ദേഷ്യം വന്നവൾ അവന്റെ മേലെ എഴുന്നേറ്റ് തിരിഞ്ഞ് പോകാൻ തുടങ്ങിയതും ചാടി എഴുന്നേറ്റ് അവളെ വലിച്ച് തന്റെ നെഞ്ചിലേക്ക് ഇട്ടിരുന്നു വൈഭവ്. വിട്ടേ എന്നെ. ഇല്ലെങ്കിൽ ദേഷ്യത്തോടെ പറയുന്നവളോട് കുറുമ്പോടെ ചോദിച്ചു വൈഭവ്. ശിവയുടെ മുഖം കുറച്ചുകൂടി വീർത്തു. നിനക്കറിയാൻ മേലടി ഉണ്ടക്കണ്ണി, നിന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അത്രയും ഇഷ്ടം എനിക്ക് നിന്റെ ദേഷ്യം കാണാൻ. കാരണം ചിലപ്പോൾ ചിരിക്കുമ്പോൾ തെയ്യുന്ന നിന്റെ നുണക്കുഴിയേക്കാൾ ഭംഗിയുണ്ട് ദേഷ്യപ്പെടുമ്പോൾ ചുമക്കുന്ന നിന്റെ ഈ ചെഞ്ചുണ്ടിന്. പെണ്ണിന്റെ മേലെയുള്ള പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു തീർന്നതും അവളുടെ ചുവന്ന തലങ്ങളെ അവൻ സ്വന്തമാക്കിയിരുന്നു. ആദ്യം ചുമ്മാ എന്ന് എതിർക്കാൻ നോക്കിയെങ്കിലും ശിവയുടെ കൈകളും പതിയെ അവന്റെ തലയിൽ തഴുകി. രാത്രിയിൽ ഭക്ഷണം കഴിഞ്ഞ് അനി റൂമിലെത്തുമ്പോൾ ചിത്തു തുണി തേക്കുകയായിരുന്നു. അവൻ അകത്തേക്ക് കയറി വന്നതും ഇരുവരും ഒരു നിമിഷം തമ്മിൽ നോക്കി. ഒരു യെല്ലോ കളർ കോട്ടൺ സാരി ഒറ്റ പ്ലേറ്റിൽ ഉടുത്തിരിക്കുകയാണ് അവൾ. കഴുത്തിൽ തന്റെ പേരിലെ താലിയല്ലാതെ മറ്റൊരു ആഭരണങ്ങളും ഇല്ല. ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ട ചിത്തു പിടച്ചിലോടെ അവനിൽ നിന്ന് നോട്ടം മാറ്റി. അനി നേരെ ബാത്റൂമിൽ കയറി ഫ്രഷായി തിരിച്ചിറങ്ങി. അപ്പോഴേക്കും അനിക്കും തനിക്കും നാളെ ഇടാനുള്ള ഡ്രസ്സ് അയൺ ചെയ്തു മടക്കി വെച്ചു ചിത്തു. അവൾ അവനെ നോക്കി. ചാർജ് കുത്തിയിട്ടിരുന്ന ഫോണിൽ എന്തോ നോക്കുവാണ്. അവന് പുറകിൽ പോയി നിന്ന് പതിയെ ഒച്ച വെച്ചു ചിത്തു. അനി തിരിഞ്ഞു നോക്കി. എന്താ പെണ്ണേ? അവൻ അങ്ങനെ വിളിച്ചതും പെട്ടെന്ന് അവൾക്ക് എന്തോ പോലെ. അത് നാളെ വിഷു ആണ്. അവൾ പറഞ്ഞതും അവനാണോ എന്ന പോലെ ഓർത്തു. അതൊക്കെ മറന്നു കാലങ്ങളായി. കുട്ടികൾ അപ്പവും ആദിയുമൊക്കെ കൂടി കണി വെക്കാൻ പ്ലാൻ ചെയ്യുക മുത്തശ്ശിക്ക് വേണ്ടി. എന്നോട് ആരോടും പറയണ്ടെന്ന് പറഞ്ഞതാ. പക്ഷേ പയ്യെ പേർക്കി പറഞ്ഞുകൊണ്ട് മുഖം കുനിച്ചു അവൾ. അത് കേൾക്കെ അനിയുടെ മുഖം വിടർന്നു. ഉള്ളിലൊരു തണുപ്പ്. തന്നോട് ഒന്നും ഒളിപ്പിക്കല്ലേ എന്ന് ഓർത്തല്ലേ ഇപ്പോൾ ഇത് പറഞ്ഞെന്ന് അവൻ പുഞ്ചിരിയോടെ ഓർത്തു. അവരുടെ ഇഷ്ടമല്ലേ, നടക്കട്ടെ. ചിരിയോടെ പറഞ്ഞ് അവൻ ഫോണും ബെഡിൽ നിന്ന് ഒരു പില്ലോയും എടുത്തുകൊണ്ട് സോഫയിലേക്ക് പോകാൻ തുടങ്ങി. പിന്നെ അതേ. അവൾ പിന്നിൽ നിന്ന് വീണ്ടും വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി. ഞാനിന്ന് അപ്പുവിന്റെ മുറിയിലാ കിടക്കുന്നേ. അവരെ വെളുപ്പിനെ എഴുന്നേൽപ്പിക്കണം. അതുകൊണ്ട് ഇവിടെ കിടന്നോ. താഴേക്കും അവന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി പെട്ടെന്ന് പറഞ്ഞൊപ്പിച്ചു ചിത്തു വേഗം മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അനിയുടെ ഉള്ളു നിറഞ്ഞത് ചിരി പുറത്തു വന്നു. മതി, ഇങ്ങനെ മഞ്ഞുരുകും പോലെ പയ്യെ മതി പെണ്ണെ. തുള്ളി തുള്ളിയായി അലിഞ്ഞു പൂർണ്ണമായും നീ എന്നിലേക്ക് എന്റെ പഴയ വായാടിയായി വന്നാൽ മതി. കണ്ണു നിറഞ്ഞൊരു ചിരിയോടെ ഓർത്തുകൊണ്ട് ബെഡിലേക്ക് കിടന്നു അനി. ചേച്ചി, ചേച്ചി. എന്താടി? ചേച്ചിയുടെ ഊഹം ശരിയാ. കാര്യമായിട്ട് ആ ശിവയും ചൈത്രയും എന്തോ ഒപ്പിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ആ ആദിയും അപ്പുവും പിന്നെ ചേച്ചിയുടെ ഇളയ സന്തതിയുമുണ്ട്. കൂട്ടം കൂടി നിന്ന് സംസാരവും അടക്കി പിടിച്ച് എല്ലാം കൂടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. വൃന്ദ ഓടി ഇന്ത്യയുടെ മുറിയിൽ ചെന്ന് പറഞ്ഞു. ഞാനും ശ്രദ്ധിച്ചു വൃന്ദേ. പക്ഷേ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആ സീതയോട് ചൈത്രയുടെ മേലെ ഒരു കണ്ണ് വയ്ക്കാൻ പറഞ്ഞതാ. പക്ഷേ ഏത് നിമിഷവും ആ പെണ്ണിന്റെ കൂടെ ആ സൗദാമിനി കാണും. ചേച്ചി ചുമ്മാ ഇനി സമയം കളയാതെ ആ ചൈത്രയ്ക്ക് വട്ടാണെന്നുള്ള കാര്യം ഇവിടെ ഉള്ള എല്ലാവരോടും പറ. എന്റെ വൃദ്ധേ, ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, ഇതെങ്ങനെ എടുത്തു ചാടി ചെയ്യാൻ പറ്റില്ല. നാറ്റിക്കുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാറ്റിക്കണം. അതിന് നല്ലൊരു അവസരം വേണം. എങ്കിൽ അങ്ങനെ ഒരു അവസരം അമ്മയ്ക്ക് നാളെ കിട്ടും. വിദ്യ പറഞ്ഞു തീർന്നതും അഞ്ജലിയുടെ ശബ്ദം അവിടെ ഉയർന്നു. എന്താ നീ പറഞ്ഞേ? ചൈത്രയെ മോശമാക്കാൻ പറ്റിയ അവസരം അമ്മയ്ക്ക് നാളെ കിട്ടും. ശിവയും ആ തലതെറിച്ച പിള്ളേരും കൂടി പ്ലാൻ ചെയ്യുന്നത് വേറൊന്നുമല്ല. നാളെ വിഷു അല്ലേ, അവരത് ആഘോഷിക്കാൻ പ്ലാൻ ഇടുക. അഞ്ജലി പറഞ്ഞു കേട്ടതും വിദ്യയുടെ മുഖം തുടങ്ങി. ആഹാ, അപ്പോ മാണിക്യമംഗലത്തെ പുതിയ മരുമക്കൾ ഇവിടെ മുടങ്ങിക്കിടന്ന ആഘോഷമൊക്കെ കൊടുതട്ടി എടുക്കുവാണല്ലേ. കൊള്ളാം. അപ്പോ പിന്നെ അതിന് മാറ്റിക്കൂട്ടാൻ നമുക്ക് സഹായിക്കാം. എന്താ വൃന്ദേ? പിന്നെന്താ? കുടില നിറഞ്ഞ ചിരിയോടെ വിദ്യ ചോദിച്ചതും വൃന്ദ സന്തോഷത്തോടെ പറഞ്ഞു. ഉണ്ണേട്ടാ. ആർത്തനാദം പോലെ പതിഞ്ഞ ശബ്ദത്തിൽ കാതോരം ചുണ്ടു മുട്ടിച്ചുള്ള പെണ്ണിന്റെ വിളി കേട്ടതും കണ്ണുകൾ തുറക്കാതെ തന്നെ വൈഭവിന്റെ ചുണ്ടിൽ ഒരു ചിരി മിന്നി. നിനക്കിപ്പോ ഉറങ്ങണ്ട പെണ്ണെ. മലർന്നു കിടന്നുകൊണ്ട് തന്നെ ചിരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. നേരം വെളുത്തു കടുവേ, മണി 5 അവന്റെ പുറത്തൂടെ വിരലിട്ട് തഴുകുന്നതിനിടെ ശിവ പറഞ്ഞു. ആഹാ, നേരം വെളുത്തപ്പോഴേ എഴുന്നേറ്റോ? കൊള്ളാലോ. അല്ല, ഇന്നലെ ഇതൊന്നും അല്ലല്ലോ മാഡം പറഞ്ഞത്. എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞ് ചില്ലറ ബഹളമാണോ തമ്പുരാട്ടി ഇന്നലെ രാത്രി വെച്ചേ? കുസൃതി നിന്ന ചിരിയോടെ അവൻ ചോദിച്ചു. കള്ള ഡോക്ടറെ, അത് ഇന്നലെ എന്നെ ഉറങ്ങാൻ സമ്മതിക്കാത്തത് കൊണ്ടല്ലേ. വൺസ് മോർ റൗണ്ട് കൂടി ആമി എന്ന് പറഞ്ഞ് മോൻ എത്ര തവണയാ ഇന്നലെ ചെയ്തതെന്ന് വല്ല ഓർമ്മയുണ്ടോ? കശ്മല. അവന്റെ പറച്ചിൽ ദേഷ്യം വന്നവൾ വൈഭവന്റെ പുറത്തേക്ക് കിടന്ന് അവന്റെ ചെവിക്ക് പിടിച്ച് കിഴുക്കി. അടുത്ത നിമിഷം അവളെ വലിച്ച് തന്റെ അടിയിലാക്കി വൈഭവ്. അയ്യോ ഉണ്ണേട്ടാ, കണ്ണു തുറക്കല്ലേ. ശിവ ഒച്ച വെച്ചുകൊണ്ട് അവന്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു. എന്താടീ കാണിക്കുന്നേ? കൈ മാറ്റി പെണ്ണെ. പറ്റില്ല, കണ്ണ് തുറക്കാൻ പറ്റില്ല. ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. നിന്റെ സർപ്രൈസ് മുഴുവൻ ഞാൻ കണ്ടതല്ലേ ഉണ്ടക്കണ്ണി. അവളുടെ മൂക്കിൻ തുമ്പിലൂടെ ചുണ്ടുകൾ ഓടിച്ചു പതിഞ്ഞ ശബ്ദത്തിൽ വൈഭവ് പറഞ്ഞത്. ചേ, വഷളൻ. നാണം കൊണ്ട് ചുവന്നു പോയവൾ അവന്റെ നെഞ്ചിൽ ഒരു കൈകൊണ്ട് പിച്ചി. അപ്പോഴും പെണ്ണിന്റെ മറുകൈ അവന്റെ കണ്ണുകൾ മറച്ചു പിടിച്ചു. വഷളൻ നല്ലേടി കടുവേ. ശരി കടുവേ, സമ്മതിച്ചു.
അപ്പോൾ മര്യാദയ്ക്ക് എഴുന്നേറ്റ് എൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ പറയുന്നിടത്ത് വരണം. കണ്ണുകൾ തുറക്കാനേ പാടില്ല. അവൾ പറഞ്ഞതും ഒന്ന് ചിരിച്ചുകൊണ്ട് തല ആട്ടിയതല്ലാതെ വൈഭവം മിണ്ടിയില്ല. ശിവ പയ്യെ കൈയെത്തി ബെഡിലിട്ടിരുന്ന സ്കാർഫ് എടുത്തു. എന്നിട്ട് അത് അവൻ്റെ കണ്ണുകൾക്ക് കുറുകെ കെട്ടി. ആ, ഇനി എഴുന്നേറ്റ് വാ. എഴുന്നേറ്റ് വന്നത് പ്രശ്നമില്ല. പക്ഷേ ഞാൻ നേക്കടാണെന്ന് ചട്ടമ്പി മറന്നോ? കീഴ്ച്ചുണ്ട് കടിച്ചുകൊണ്ട് ചിരിയോട് അവൻ പറഞ്ഞപ്പോഴാണ് ശിവ അത് പെട്ടെന്ന് ഓർത്തത്. അവൾ തറയിലേക്ക് നോക്കി. ഇന്നലെ രാത്രിയിൽ തമ്മിൽ വിട്ടുകൊടുക്കാതെ മത്സരിച്ചു പ്രണയിച്ചതിൻ്റെ പരിണതഫലമായി തങ്ങളുടെ ഡ്രസ്സ് മുഴുവൻ ആ മുറിയിൽ അങ്ങിങ്ങായി കിടപ്പുണ്ട്. രാവിലെ എഴുന്നേറ്റ് കുളിച്ചത് കൊണ്ട് അവൾ ഓക്കെയാണ്. ഷോ, ഞാനത് മറന്നു. ഇപ്പം വരാവേ എന്നും പറഞ്ഞ് അവൾ വേഗം എഴുന്നേറ്റ് കബോർഡ് തുറന്ന് അവൻ്റെ ഒരു ഇന്നറും ട്രാക്ക് പാൻറ്റും ഒരു ടീഷർട്ടും എടുത്തു. ദാ മാറാനുള്ള ഡ്രസ്സ്. അത് കയ്യിൽ കൊടുത്തു അവൾ പറഞ്ഞതും അവനൊരു ചിരിയോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ പുതച്ച ഷീറ്റ് അവൻ്റെ മേലേന്ന് താഴെ പോയി. അതുകൊണ്ട് നാണം വന്ന ശിവ വേഗം തിരിഞ്ഞു. ഛേ, ഈ കടുവ എൻ്റെ കൺട്രോൾ കളയും. അവൾ പയ്യെ പെറുപിറുത്തു. നീ കാണാത്തതായിട്ട് ഒന്നുമില്ലല്ലോടി, പിന്നെ എന്തിനാ എൻ്റെ ആർച്ചയ്ക്ക് ഒരു നാണം? കുറുമ്പോടെ അവൻ ചോദിച്ചു. അവളുടെ ഉണ്ട കണ്ണൊന്ന് മിഴിഞ്ഞു. കണ്ണ് കെട്ടിവെച്ചെങ്കിലും തൻ്റെ ഓരോ നോട്ടവും ഇതെങ്ങനെ മനസ്സിലാകുന്നു എന്ന് ഓർത്തു ചിരിയോടെ മുഖം പൊത്തി ശിവ. ആം റെഡി. തിരിഞ്ഞു നിൽക്കുന്നവളെ പിടിച്ചു നെഞ്ചിലേക്കിട്ടു അവൻ പറഞ്ഞു. ഞാൻ കെട്ടഴിക്കാം, പക്ഷേ കണ്ണ് തുറക്കരുത്. ഞാൻ കൈ കൊണ്ട് പൊത്തിക്കോളാം. അവൾ പറഞ്ഞതും അവൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. ഒരു നിമിഷം എന്തോ ആലോചിച്ചു. എന്നിട്ട് സമ്മതം പോലെ മൂളി. ശിവ പതിയെ അവൻ്റെ കണ്ണിലെ കെട്ടഴിച്ചു. എന്നിട്ട് നെറ്റിയിലൊന്ന് മുത്തി. ഐ ലവ് യു എന്ന് മന്ത്രിച്ചു. അത് കേട്ടതും ഞൊടിയുടെ മുഖത്തു നിന്ന് മാഞ്ഞ ചിരി അവനിൽ വീണ്ടും വന്നു.